ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊച്ചിയിലെ ഒരു സ്പെഷ്യൽ റെസ്റ്റോറന്റിലാണ്. അപ്പൊ ഇതാണ് ടിക്ക ആൻഡ് കബാബ് അമീൻ. ഇത് തുടങ്ങിയപ്പോഴേ ഉള്ളൊരു ആഗ്രഹമാണ് ഇവിടെ വന്ന് ഡൈൻ ചെയ്യണമെന്ന്. കാരണം വേറൊന്നും കൊണ്ടല്ല, പാർട്ട്നേഴ്സിൽ ഒരാൾ സാക്ഷാൽ അറബി തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഫുഡിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. ശരിക്കും ആ ഒരു ഓത്തന്റിക് ഫുഡായിരിക്കും കിട്ടുക, അതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് എന്തായാലും ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. കയറുമ്പോൾ തന്നെ ആദ്യം കണ്ടുമുട്ടിയത് ഇവരുടെ മാനേജർ മിസ്റ്റർ ബിനുവിനെയാണ്. അപ്പൊ അദ്ദേഹം ഈ സ്ഥലത്തിനെ കുറിച്ചും ഇതിന്റെ ആ ഒരു ലെജൻഡിനെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് അമീൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഫുഡിനോടുള്ള പാഷൻ, അതായത് ട്രഡീഷണൽ ബഹ്റൈനി അതേപോലെ മറ്റു അറബിക് ക്യൂസിനോടുള്ള പാഷൻ കൊണ്ട് നിർമ്മിച്ച ഒരു റെസ്റ്റോറന്റ് ആണ് 1948. അന്ന് തൊട്ട് ഇതുവരെ പിന്നെ ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. അപ്പൊ ഇത്ര ലെജൻഡറി ആയ ഒരു റെസ്റ്റോറന്റിന്റെ കേരളത്തിലെ ആദ്യത്തെ ഔട്ട്ലെറ്റ് വരുന്നത് നമ്മുടെ കൊച്ചിയിലാണ്. അപ്പൊ ഇത് ശരിക്കും ഇവിടെ വന്ന് ഡൈൻ ചെയ്യുന്നത് തന്നെ ഒരു ഡ്രീം കം ട്രൂ തന്നെയാണ്. വെരി എക്സൈറ്റഡ് ആണ്. നമുക്ക് ആദ്യം ഇവരുടെ ആംബിയൻസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇത് ഇവരുടെ കുറച്ച് മെമ്മറീസ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്നത് ഇവരുടെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഓപ്പൺ ഡൈനിങ് സ്പേസ് ആണ്. അപ്പൊ 2 ഫ്ലോറുള്ള റെസ്റ്റോറന്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവരുടെ ലോഗോ ആണ്. അതിൽ ശരിക്കും അവരുടെ ഇയർ കാണിച്ചിട്ടുണ്ട്. നമുക്കിനി ഇവരുടെ പ്രൈവറ്റ് ഡൈനിങ് സ്പേസിലേക്ക് ഒന്ന് കയറി നോക്കാം. വാവ്, ശരിക്കും ഒരു അറബിക് മജ്ലിസ് സ്റ്റൈലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നോർമൽ സീറ്റിംഗും ഉണ്ട്, പിന്നെ മജ്ലിസ് സീറ്റിംഗും ഉണ്ട്. മജ്ലിസ് സീറ്റിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് പൊങ്ങിയിരിക്കാനുള്ള സീറ്റ്സ് ഉള്ള മജ്ലിസ് ആണ്. ഏറ്റവും താഴെ ഇരിക്കുന്ന ടൈപ്പ് അല്ല. അതുകൊണ്ട് കുറച്ചും കൂടി കംഫർട്ടബിൾ ആവാനാണ് ചാൻസ്. അപ്പോ കുറച്ച് കോമൺ സീറ്റ്സും പിന്നെ മജ്ലിസിൽ 2 എണ്ണം കോമണും ഒരെണ്ണം ഒരു വലിയ ഗ്രൂപ്പായിട്ട് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ലോങ് ടേബിൾ ഉള്ള ഒരു മജ്ലിസ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇത്രയ്ക്കും ലെജൻഡറി ഫുഡ് കഴിക്കാൻ ഇവരുടെ മജ്ലിസിൽ തന്നെ ഇരിക്കാം. ശരിക്കും അറബി ഷെയ്ഖുമാരുടെ വീട്ടിലിരുന്ന് കഴിക്കുന്ന ആ ഒരു ആംബിയൻസ് പോലെയാണ് ഫീൽ ചെയ്യുക. അപ്പൊ ഇതാണ് ഇവരുടെ മെനു. കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെനു പോലെയാണ് ഫീൽ ചെയ്യുക. ഒരുവിധ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇവരുടെ സാലഡ്സും ഗ്രിൽസും പ്ലാറ്റേഴ്സും സൈഡ് ഡിഷസും റൈസസും ഡ്രിങ്ക്സും ഡെസേർട്സും ഒക്കെ ഉണ്ട്. നല്ല റേറ്റ് ആണ് വരുന്നത്. ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അങ്ങനെ ആദ്യം എത്തിയത് ഇവരുടെ 3 അട്രാക്റ്റീവ് ആൻഡ് കളർഫുൾ ഡ്രിങ്ക്സ് ആണ്. അപ്പൊ ഇതാണ് ഇവരുടെ റോസ് ഡ്രിങ്ക്. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്ക് എന്തായാലും ഇതൊരു സിപ്പ് എടുത്ത് നോക്കാം. ആഹാ, നല്ല റിഫ്രഷിങ് ആൻഡ് തേഴ്സ്റ്റ് ക്വെഞ്ചിങ് ഡ്രിങ്ക് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇതിൽ കസ്കസും വരുന്നുണ്ട്, ആ റോസിന്റെ ഫ്ലേവറും കിട്ടുന്നുണ്ട്. പിന്നെ തന്ന ഡ്രിങ്ക് ആണ് സാഫ്രൻ ഡ്രിങ്ക്. ഇതിന് ഈ റേറ്റ് ആണ് വരുന്നത്. സെയിം ക്വാണ്ടിറ്റി തന്നെയാണ്. ശരിക്കും സാഫ്രന്റെ ആ ഫ്ലേവർ വരുന്നുണ്ട്, അതേപോലെ കസ്കസും വരുന്നുണ്ട്. നല്ല റിഫ്രഷിങ് ഡ്രിങ്ക് തന്നെയാണ്. പിന്നെ കിട്ടിയതാണ് ഇവരുടെ ഹിബിസ്കസ് ഡ്രിങ്ക്. ഈ റേറ്റ് ആണ് വരുന്നത്. ആഹാ, ഇത് കൊള്ളാം. ശരിക്കും എനിക്ക് ഡ്രിങ്ക്സിൽ ഇഷ്ടമായത് ഈ ഒരു ഹബിസ്കസ് ഡ്രിങ്ക് ആണ്. വളരെ നന്നായിട്ടുണ്ട്. ഒരു ചെറിയൊരു പുളിപ്പും മധുരമൊക്കെ കൂടിയിട്ടുള്ള ഒരു കിഡിലൻ ഡ്രിങ്ക് ആണ്. പിന്നെ വന്നത് ഇവരുടെ ഓരോ ഫുഡ് ഐറ്റംസ് ആണ്. അതിൽ ആദ്യം വന്നത് ഈ ഒരു ഐറ്റം, പിന്നെ വന്നത് ഈ ഒരു ഐറ്റം, പിന്നെ വന്നത് ഈ ഒരു കബാബാണ്. എല്ലാത്തിലും ഒരേ ടൈപ്പ് ബ്രെഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അത് നമുക്ക് വഴിയെ കാണാം. ഇതിന്റെ കൂടെ കോംപ്ലിമെന്ററി ആയിട്ട് ഇവരുടെ മിൻ ചട്നി ഉണ്ട്, വെജിറ്റബിൾ കട്ട്സ് ഉണ്ട്, ഗാർലിക് മേയോ ഉണ്ട്, പിന്നെ ഗ്രിൽഡ് വെജിറ്റബിൾസും ഉണ്ട്. പിന്നെ വന്നത് ഈ ഒരു യമണ്ടൻ ഐറ്റം ആണ്. അപ്പൊ ഫുഡ് ഐറ്റംസിൽ ആദ്യം വന്നത് ഇവരുടെ ഒരു കിഡിലൻ സൈഡ് ഡിഷ് ആണ്, ഹുമൂസ് വിത്ത് ടിക്ക റോ. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. നല്ല ടെംപ്റ്റിംഗ് ആയി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവരുടെ ഈ റൊട്ടി, ഈ ഹുമൂസും ഒരു ബീഫിന്റെ പീസും കൂട്ടി കഴിച്ചു നോക്കാം. അടിപൊളി. ശരിക്കും ഓത്തന്റിക് അറബിക് ഹുമൂസിന്റെ ഫ്ലേവറും അതേപോലെ ഗ്രിൽഡ് ബീഫും കൂടി ഒരു ഗംഭീര കോമ്പിനേഷൻ ആയിരുന്നു. പിന്നെ ഇതിന്റെ കൂടെ ഇവരുടെ വെജിറ്റബിൾ കട്ട്സിന്റെ ഒരു സാലഡും വരുന്നുണ്ട്. നല്ല കിഡിലൻ സൈഡ് ഡിഷ്. പിന്നെ ഇവരുടെ യെല്ലോ കളർ കബാബ് കണ്ടപ്പോഴേ തോന്നി ഇത് ഇവരുടെ ഇറാനി കബാബ് ആയിരിക്കുമെന്ന്. കറക്റ്റായി പറയുകയാണെങ്കിൽ ഇവരുടെ ഇറാനി ജ്യൂസി കബാബാണ്. ഈ റേറ്റ് ആണ് വരുന്നത്. ഗൾഫിലൊക്കെ മുമ്പ് കഴിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് ആ റൊട്ടി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. റൊട്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സോഫ്റ്റ് ആണ്. മൈദ കൊണ്ടുണ്ടാക്കിയ റൊട്ടിയാണ്. ശരിക്കും മാഷ്മെലോസിന്റെ ഒക്കെ ഒരു ടെക്സ്ചർ പോലെയാണ് ഈ റൊട്ടി ഫീൽ ചെയ്യുന്നത്. ഇത് കഴിച്ചപ്പോ ആദ്യം മഞ്ഞളിന്റെ ഒരു ചെറിയ കുത്താണ് കിട്ടിയത്. പിന്നെ പതുക്കെ ഗാർലിക്കിന്റെയും സാഫ്രന്റെയും അതേപോലെ തഹീനി സോസിന്റെ ഒക്കെ ടേസ്റ്റ് വന്നപ്പോ നല്ല കിഡിലൻ ജ്യൂസി കബാബ് തന്നെയായിരുന്നു. പിന്നെ വന്നതാണ് ഈ ചിക്കൻ കബാബ്. ഈ റേറ്റ് ആണ് വരുന്നത്. അത് ഈ ഒരു സ്റ്റൈലാണ് ഇവർ പ്രസന്റ് ചെയ്യുന്നത്. നല്ല ഷീ കബാബ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ചിക്കന്റെ. അപ്പൊ നമുക്കിനി കബാബിന്റെ ഒരു ചെറിയ കഷ്ണം എടുത്ത് ഗാർലിക് മേയോയിലും അതേപോലെ ഇവരുടെ മിൻ ചട്നിയിലും മുക്കി ആ റൊട്ടിയും കൂട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
ആഹാ, നല്ല കിടിലൻ ചിക്കൻ കബാബ്. നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ഫില്ലിംഗ് ആയിരുന്നു കബാബിന്റെ ഉള്ളില്. ശരിക്കും ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഇവരുടെ ഗ്രിൽഡ് വെജീസ് ഒന്ന് കഴിക്കണമെന്ന് തോന്നിയപ്പോ അത് നാരങ്ങ പിഴിഞ്ഞൊന്ന് ഒഴിച്ച് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ആ ഗ്രിൽഡ് അനിയൻ. പിന്നെ വന്നൊരു യമണ്ടൻ ഐറ്റം ആണ് ഇവരുടെ സിംഗ ടിക്ക. ഇതിന്റെ പ്രസന്റേഷൻ തന്നെയാണ് ഇതിന്റെ അട്രാക്ഷൻ. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. അതായത് ബീഫിന്റെ പീസസും അതിന്റെ ഒറിജിനൽ ഫാറ്റും കൂടി 5 സ്ക്യൂവേഴ്സിൽ കുത്തിക്കയറ്റി ഗ്രിൽ ചെയ്ത് അത് റൊട്ടിയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ ഒരു മിൻ ചട്നിയും വെജിറ്റബിൾ കട്ട്സും ഉണ്ട്. അപ്പൊ നമുക്ക് ആ മിൻ ചട്നിയിൽ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ആഹാ, നല്ല കിടിലൻ ഗ്രിൽഡ് ബീഫ്, ഒരു രക്ഷയുമില്ല. അതിന്റെ കൂടെ ആ ഒറിജിനൽ ഫാറ്റും കൂടി ആവുമ്പോ വേറെ ലെവല് തന്നെ. പിന്നെ വന്നതാണ് ഈ റൈസ് ഐറ്റംസ്. അതിന്റെ കൂടെ ഇവരുടെ ഡിപ്സും ഉണ്ട്. ഇത് വേറെ റൈസ് ഐറ്റം ആണ്. പിന്നെ ഇവരുടെ അൽഫഹാം വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ 2 ഡിപ്സും സാലഡും ഇവരുടെ റൊട്ടിയും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവരുടെ അൽഫഹാമിൽ നിന്നും തുടങ്ങാം. ഇതാണ് ഇവരുടെ അല അൽഫഹാം ചിക്കൻ. അതിന്റെ ക്വാർട്ടർ പോർഷൻ ആണ് ഈ കാണുന്നത്. നല്ല ക്വാണ്ടിറ്റി ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇതിന്റെ മാരിനേഷനും സംതിങ് ഡിഫറെന്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഇതൊന്ന് കൂട്ടി കഴിച്ചു നോക്കാം. കൊള്ളാം, ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അതായത് ഇവരുടെ സിഗ്നേച്ചർ ഡിഷ് തന്നെയാണെന്ന് പറയാം. ഒരു സീക്രട്ട് റെസിപ്പിയാണ്. ശരിക്കും നല്ലൊരു ഫ്ലേവർ ആണ്. കാണുന്നത് പോലെ അത്ര സ്പൈസി അല്ല. അറബിക് ഫുഡ് ഒറിജിനൽ ഒന്നും സ്പൈസി അല്ല. അതാണ് അതിന്റെ ആ ഒരു പ്രത്യേകത. അത്രയ്ക്കും ഹെൽത്തി ഫുഡ് ആയിരിക്കും. ഇവർക്ക് അൽഫഹാമിൽ ആകെ ഈ ഒരു ഫ്ലേവർ വരുന്നുള്ളൂ. അത് തന്നെയാണ് ഇവരുടെ ആ ഒരു പ്രത്യേകത. ഒരു മസ്റ്റ് ട്രൈ ചിക്കൻ ഐറ്റം തന്നെയാണ്. പിന്നെ അടുത്ത് ട്രൈ ചെയ്തത് ഇവരുടെ മധുഫൂൻ മട്ടൻ ആണ്. അതിന്റെ ക്വാർട്ടർ പോർഷൻ ആണ്. ഈ ഒരു കാഴ്ച എവിടെയും കാണാൻ കിട്ടിയിട്ടില്ല. പലരും പറഞ്ഞു എല്ലുമെന്ന് ഊരി വരും, അങ്ങനെ വരും. ഇവിടെയാണ് ആദ്യമായിട്ട് ഇവരൊന്നും പറയാതെ തന്നെ ഉരിഞ്ഞു വീണത്. നല്ല ക്വാളിറ്റി മട്ടൺ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഈ റേറ്റ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇവരുടെ ദക്കൂസ് സോസും അതേപോലെ മബൂജ് സോസും ലേശം ഒഴിച്ച് അതിലേക്ക് ഗാർലിക് മേയും കൂടി കുറച്ചൊഴിച്ച് മട്ടൺ ഒരു രക്ഷയില്ല, നല്ല സോഫ്റ്റ് മട്ടൺ. അപ്പൊ നമുക്ക് ഇതൊന്നൊരു പിടിപിടിച്ച് നോക്കാം. ഒരു രക്ഷയില്ലാത്ത മട്ടൺ. വായിലേക്ക് ഇട്ടപ്പോ അങ്ങോട്ട് അലിഞ്ഞു പോയായിരുന്നു, അത്രയ്ക്കും സോഫ്റ്റ് മട്ടൺ. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നെ ഇവരുടെ ഷവർമ എത്തി. വളരെ ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു. ഈ റേറ്റ് ആണ് വരുന്നത്. പഴയ നമ്മുടെ ട്രഡീഷണൽ അറബിക് ഷവർമ ആണെന്ന് പറഞ്ഞപ്പോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. നല്ല സോഫ്റ്റ് റുമാലിയിലാണ് ഷവർമ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കൊരു ബൈറ്റ് എടുത്ത് നോക്കാം. ആഹാ, ശരിക്കും ആ പണ്ടത്തെ തഹീനി സോസും വെജീസും ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു ട്രഡീഷണൽ ഷവർമ തന്നെയാണ്. ഒരു മസ്റ്റ് ട്രൈ ഷവർമ തന്നെയാണ്. ഈ ടൈപ്പ് ഷവർമ കിട്ടാനില്ല എവിടുന്നും. ശരിക്കും ഒരു അറബിക് ഷവർമ തന്നെയാണ്. അടുത്ത ഐറ്റം ട്രൈ ചെയ്തത് ഇവരുടെ ബുഖാരി വിത്ത് ചിക്കൻ. അതിന്റെ ക്വാർട്ടർ പോർഷൻ ആണ് ഈ കാണുന്നത്. ഈ റേറ്റ് ആണ് വരുന്നത്. യെല്ലോ റൈസ് കണ്ടപ്പോഴേ തോന്നിയത് ഇവരുടെ ബുഖാരി റൈസ് ആവുമെന്ന്. പിന്നെ ഇതിൽ അട്രാക്ഷൻ ആയിട്ട് കിസ്മിസ് ഒക്കെ വിതറിയിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഇതിലുപയോഗിച്ചിരിക്കുന്ന ചിക്കൻ കണ്ടപ്പോൾ ശരിക്കും വായിൽ നിന്നും വെള്ളം ഊറി. അത്രയ്ക്കും സോഫ്റ്റ് സ്കിന്നും അതിനേക്കാളും സോഫ്റ്റ് ചിക്കനും. അപ്പൊ ഇതിലേക്കും നമുക്ക് ഇതേ ഡക്കൂസ് സോസും അതേപോലെ മബൂജ് സോസും പിന്നെ ഇവരുടെ ഗാർലിക് മേയും കൂട്ടി എല്ലാം കൂടി കൂട്ടി കുഴച്ച് ആ ചിക്കന്റെ പീസും കൂട്ടി കുഴച്ചൊന്നൊരു പിടിപിടിച്ച് നോക്കാം. ഓ, ഇതില് സോഫ്റ്റ് ചിക്കൻ ഒരു രക്ഷയുമില്ല. എന്താ ടേസ്റ്റ്, എന്താ ക്വാളിറ്റി. ശരിക്കും ചിക്കൻ ലവേഴ്സിന് ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ് ഈ ബുഖാരി വിത്ത് ചിക്കൻ. അങ്ങനെ നല്ല ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ ഡെസേർട്ട് കഴിക്കാൻ തോന്നിയപ്പോ 2 ഓർഡർ ചെയ്തു. ഒരെണ്ണം ഇവര് സജസ്റ്റ് ചെയ്ത ഡേറ്റ് മാഡ്നസ് ആണ്. ഈ റേറ്റ് ആണ് വരുന്നത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ ഡേറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു റിച്ച് ഡെസേർട്ട് ആയിരിക്കും. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, ഒരു സ്പെഷ്യൽ ഫ്ലേവർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ബിസ്ക്കറ്റ് പൊടിച്ചതിന്റെ ഒരു ലെയർ വരുന്നുണ്ട് ടോപ്പിൽ. പിന്നെ അതിന്റെ താഴെ മിൽക്ക് ക്രീം വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി നമ്മൾ ഡിഗ് ചെയ്ത് കഴിക്കുമ്പോൾ ആ ഡേറ്റ്സിന്റെ ഒരു ലെയർ വരുന്നുണ്ട്. ശരിക്കും നല്ല ഫൈൻ ഡേറ്റ്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഡേറ്റ്സ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഡെസേർട്ട് ഇഷ്ടപ്പെടും. അപ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വന്ന ഐറ്റം നമ്മൾ ആദ്യമേ ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചൊരു ഡെസേർട്ടാണ്. അപ്പൊ ഇതാണ് ഇവരുടെ കുനാഫ. ആദ്യമായിട്ടാണ് ഈ ഒരു ഷേപ്പിലും സൈസിലും കുനാഫ കാണുന്നത്. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. കണ്ടിട്ട് നല്ലൊരു റിച്ച് ലുക്കുള്ള ഒരു കുനാഫ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ കുനാഫ ഡോ ആയാലും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചീസ് ആയാലും നട്ട്സും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഒരു കഷ്ണം പൊട്ടിച്ചൊന്ന് കഴിച്ചു നോക്കാം.
യമി. കാണുന്നത് പോലെയല്ല, സംഗതി ചെറുതാണെങ്കിലും നല്ല ടേസ്റ്റി കുനാഫയാണ്. അധികം ചീസ് ഇല്ല. എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കിടിലൻ കുനാഫ പോലെയാണ് ഫീൽ ചെയ്തത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ അറബിക് സൽക്കാരം ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ്. വളരെ ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയ്ക്കും ടേസ്റ്റ് ഉള്ള ഒത്തന്റിക് അറബിക് ഡിഷസ് ഇത്ര അധികം കഴിക്കുന്നത്. ഒരു സംഭവം തന്നെയായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടു. ഒരു റിപ്പീറ്റ് മോഡ് അടിക്കാൻ തോന്നുന്നുണ്ട്. അത്രയ്ക്കും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മറ്റു പലയിടത്തും അറബിക് ഫുഡ് കഴിച്ചാലുള്ള അങ്ങനത്തെ ഒരു ക്ഷീണമോ ഒരു പരവേശമോ ഒന്നും തോന്നിയില്ല. വളരെ ലൈറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പൊ അത്രയ്ക്കും ഹെൽത്തി ആയിട്ടുള്ള അറബിക് ഫുഡാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ സ്റ്റെപ്സ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് താഴെ ഈ ഒരു സ്ഥലത്ത് ഇരിക്കാം. കാർ പാർക്കിംഗ് ഫെസിലിറ്റി ഇതിന്റെ മുമ്പിൽ വളരെ ലിമിറ്റഡ് ആണ്. പക്ഷെ ഇവർക്ക് വാലെ പാർക്കിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ വേറൊരു കാര്യം നോട്ടീസ് ചെയ്തത് ഇവരുടെ വളരെ നല്ല സർവീസ് ആയിരുന്നു. അത് മാനേജ് ചെയ്തത് ഇവിടുത്തെ മാനേജർ മിസ്റ്റർ ബിനു ആണ്. അദ്ദേഹത്തിനോട് വളരെയേറെ നന്ദിയും കടപ്പാടും ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് കഴിച്ച് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.